യുക്രൈനുമായി ബന്ധപ്പെട്ട ആദ്യ റഷ്യ അമേരിക്കൻ ചർച്ചകൾക്ക് മുന്നോടിയായി സൗദി അറേബ്യയിലേക്കുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തിന്റെ വരവിനെ പ്രശംസിച്ച് ശതകോടീശ്വരൻ എലോൺ മസ്ക് രംഗത്തെത്തുകയുണ്ടായി. വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം റിയാദിലെത്തിയതിനെക്കുറിച്ചുള്ള റഷ്യൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മസ്ക് വീണ്ടും എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് കഴിവുള്ള നേതൃത്വമെന്ന് അടിക്കുറിപ്പോടെയായിരുന്നു ഈ പോസ്റ്റ്. പുടിന്റെ വിദേശനയ സഹായി യൂറി ഉഷാക്കോവിനോട് റഷ്യൻ മാധ്യമ പ്രവർത്തകൻ സൗദിയിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുമ്പുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് ഉഷാക്കോവ് ഉത്തരം നൽകുന്നതുമായ ഒരു വീഡിയോ തന്റെ എക്സ് പോസ്റ്റിൽ മസ്ക് പങ്കുവച്ചു. 2022 യുക്രൈൻ 20,000 സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ടെർമിനലുകൾ മസ്ക് സംഭാവന ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് റഷ്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ സംഘർഷം രൂക്ഷമാകുന്നതിനെതിരെ വാദിച്ചു. ഒന്നിനു പുറകെ ഒന്നായി മണ്ടത്തരമായ തീരുമാനങ്ങളിലൂടെ നാം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നടക്കുകയാണെന്ന് യുക്രൈൻ സംഘർഷത്തിനെതിരെ മസ്ക് പ്രധാനമായും പറയുന്നത്. 2022 റഷ്യ യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമുള്ള അമേരിക്ക റഷ്യ രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ലോകവേദിയിൽ റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്ന നയമാണ് ബൈഡൻ ഭരണകൂടം പിന്തുടർന്നിരുന്നത്. പക്ഷേ സംഘത്തിന് ഒരു നിർണായക അന്ത്യം കുറിക്കാൻ വേഗത്തിൽ മധ്യസ്ഥത വഹിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞയെടുത്തിരുന്നു. യുക്രൈന് നിരുപാധിക സൈനിക പിന്തുണ നൽകുന്നതിനായുള്ള റഷ്യയുമായുള്ള നയതന്ത്രം ഉപേക്ഷിച്ചതിന് ബൈഡനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ചൈന, ഇന്ത്യ, ബ്രസീൽ എന്നിവയുൾപ്പെടെ യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും പുറത്തുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായുള്ള റഷ്യയുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള പ്രചാരണം പരാജയപ്പെട്ടുവെന്ന് പ്രസിഡന്റ് പുടിൻ കഴിഞ്ഞ വർഷം തന്നെ പറയുകയുണ്ടായി. അതേസമയം തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഫെബ്രുവരി 12 ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതും യുക്രൈന്റെ യൂറോപ്യൻ യൂണിയൻ പിന്തുണക്കാരെ ശരിക്കും പ്രകോപിപ്പിച്ചു. മാത്രമല്ല തന്റെ അനുമതിയില്ലാതെ നടക്കുന്ന ഒരു ചർച്ചയും അംഗീകരിക്കില്ല എന്നാണ് സെലൻസ്കി നിലവിൽ അറിയിച്ചിട്ടുള്ളത്.